വെൽക്കം ടു സൈലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ബേസിക് സയൻസിന്റെ ഫസ്റ്റ് യൂണിറ്റ് അടിപൊളിയായി കംപ്ലീറ്റ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയ വ്യാധികൾ പടരാതിരിക്കാൻ അല്ലെങ്കിൽ അവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററുമായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റുപാടും ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. അതായത് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികളിൽ ചിലതൊക്കെ പല പല രോഗങ്ങൾക്കും കാരണമാവും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ്, ഇതൊക്കെ നമുക്ക് പല പല രോഗങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഈ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസം ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണോ പ്രവേശിക്കുന്നത്? ആരിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്? ചിലപ്പോൾ കൊതുകിലൂടെ പ്രവേശിക്കാം, അല്ലെങ്കിൽ എലിയിലൂടെ പ്രവേശിക്കാം. അപ്പൊ ഇതുപോലെ രോഗകാരികളായ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇത്തരം ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? വെക്ടേഴ്സ് അല്ലെങ്കിൽ രോഗാണുവാഹകർ. അപ്പൊ ഈ രോഗാണുവാഹകരെ പറ്റി അല്ലെങ്കിൽ വെക്ടേഴ്സിനെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് സ്വന്തമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എന്താണ് വെക്ടേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞത്? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് മുതലായി ധാരാളം ജീവികള് രോഗാണുവാഹകരിൽ ഉൾപ്പെടും. ഓക്കെ, വെക്ടേഴ്സ് ആർ ദി ഓർഗാനിസം ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസം ഇൻ ടു അവർ ബോഡി. ഹൗസ് ഫ്ലൈ, റാറ്റ്, ഫ്ലീ, മൊസ്കിറ്റോ, ബാറ്റ് എക്സെട്ര ആർ സം ഓഫ് ദി വെക്ടർ ഓർഗാനിസം. ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫൈൻഡ് ദി സിറ്റുവേഷൻ ഫ്രം ദ പിക്ചർ ദാറ്റ് സ്പ്രെഡ് ഡിസീസസ്. രോഗം പകരാനുള്ള ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്? ഓക്കെ, അപ്പൊ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എക്സാംസിനൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചെങ്കിലും എഴുതാൻ പറ്റൂലേ. കാരണം ഫിഗർ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിലുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെ എന്നൊക്കെ അറിഞ്ഞു വെച്ചാൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? അവിടെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു സീവേജ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതെന്തിനാണ് കാരണമാവുന്നത്? ഈ ഒരു മലിനജലം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ കൊതുകുകൾ മുട്ടയിടാനും അത് പെരുകാനും അതുപോലെ തന്നെ കൊതുകിലൂടെ പകരുന്ന പല പല രോഗങ്ങൾ ഉണ്ടാവാനും ഇത് കാരണമാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് എനി ഡിസീസസ് സ്പ്രെഡ് ബൈ ഗിവൺ ക്രിയേച്ചർ. താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിന്റെ പേരെഴുതുക. ഇവിടെ ആരോഗ്യ മക്കൾക്ക് കാണാൻ പറ്റുന്നത് കൊതുകുണ്ട്, ഈച്ചയുണ്ട്. ഓക്കെ, അപ്പൊ അവർ ഏതൊക്കെ രോഗങ്ങളാണ് പരത്തുന്നത് എന്ന് നമുക്കൊരു ഐഡിയ വേണം. കൊതുക് പരത്തുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ മലേറിയ, ഡെങ്കു ഫീവർ, ചിക്കൻഗുനിയ. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ ഇവയൊക്കെയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ. അതേസമയം നമ്മുടെ ഈച്ച പരത്തുന്ന രോഗമാണ് നമ്മുടെ ഡിസെൻട്രി, അതുപോലെ തന്നെ കോളറ മുതലായവ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ഓരോരുത്തരും, അതായത് നമ്മൾ പറഞ്ഞില്ലേ രോഗാണുവാഹകരെ പറ്റി നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ പാത്തോജൻ രോഗകാരികളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കൊതുകിലൂടെ ഏതൊക്കെ രോഗങ്ങൾ വരും, അതുപോലെ തന്നെ ഈച്ചയിലൂടെ ഏതൊക്കെ രോഗങ്ങൾ വരും, അതുപോലെ എലിയിലൂടെ, വെള്ളത്തിലൂടെ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ അതിന് നിങ്ങളെ സഹായിക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ മൊസ്കിറ്റോ, കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രോഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ ഈച്ചയിലൂടെ പകരുന്ന രോഗങ്ങളും നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. അപ്പൊ എനിവേ നമ്മുടെ റാറ്റിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്ലേഗ്, എലിപ്പനി. അതുപോലെ വാട്ടറിലൂടെ പകരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, എലിപ്പനി. പിന്നെ വാട്ടറിലൂടെ മാത്രമല്ല എയറിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഇവയൊക്കെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഓർത്തു വെക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരികയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വേറൊരു ചോദ്യം കാണാനായിട്ട് പറ്റും. വി ഹാവ് ടു കീപ് ദ വാട്ടർ അൺപൊല്യൂട്ടഡ്. റൈറ്റ് എനി 4 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ വാട്ടർ. ജലം മലിനമാകാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. ജലത്തിലൂടെ പകരുന്ന 4 രോഗങ്ങളുടെ പേരെഴുതും. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ ജലത്തിലൂടെ പകരുന്ന 4 രോഗങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വയറിളക്കമുണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, കോളറയുണ്ട്,
ടൈഫോയിഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ രോഗങ്ങളെയും പറ്റിയും അതുപോലെ തന്നെ വെക്ടേഴ്സ്, പാത്തോജൻ, അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളെ പറ്റിയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത് നമ്മുടെ എക്സാമിന് വേണ്ടി മാത്രം പോരാ. കാരണം എന്താ, നമുക്കിപ്പോൾ നല്ല റെയിനി സീസൺ ആണ്, നല്ല മഴക്കാലമാണ്, ജലത്തിലൂടെയൊക്കെ ധാരാളം രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവുന്ന ഒരു ടൈമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഈ ഒരു നോളജ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത് നിങ്ങൾ പ്രയോഗിക്കുക. എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്? ഈ രോഗങ്ങൾ ഇന്ന കാരണം കൊണ്ടൊക്കെ വരാം, അതുകൊണ്ട് തന്നെ ആ കാരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഒഴിവാക്കി കൊടുക്കണം. അത് നമുക്കും നമ്മുടെ സൊസൈറ്റിക്കും എല്ലാവർക്കും നല്ലതാണല്ലേ. അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവായ ചില വീഡിയോസും ചില കോൺസെപ്റ്റുകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പം അതിന് മുന്നോടിയായിട്ട് 5ാം ക്ലാസ്സിൽ മാത്രം പോരാ, നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ 6ലും 7ലും, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുവാണെങ്കിൽ 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി സൈലം പ്രൊവൈഡ് ചെയ്യുന്ന പൃഥ്വി ബാച്ച് പോലെ അവർക്കും സൈലം ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുൻപേ ഞാനിതാ ഒന്ന് കൊണ്ടുവരികയാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറയുന്ന ഓൺലൈൻ ബാച്ചിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഈ പറയുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.